നമുക്ക് ഒരു കൊല അടക്ക പഴുത്തിട്ട് കിട്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് പറിക്കാൻ വേണ്ടിയിട്ടേ ഞാൻ തോട്ടിക്ക് കത്തിയും കെട്ടിയിട്ട് വന്നതാണ്. അത് ഒരു കൊല മാത്രമേ പഴുത്തതായിട്ടില്ലൂ, ബാക്കിയൊന്നും ആയിട്ടില്ല. അത് പറിക്കാൻ വേണ്ടിയിട്ടേ തോട്ടിക്കൊരു കത്തി കെട്ടിയിട്ട് ഉണ്ട്. ഞാൻ പറിക്കാം എന്നാൽ. അടക്ക പറിച്ച് കിട്ടിയിട്ട് നമുക്കില്ല. ഒരു കൊല അടക്ക പിടിച്ച് പിന്നെ കിട്ടിയതാ. ബാക്കിയുള്ളതൊന്നും വിളഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് പഴുത്തിട്ട് കിട്ടിയതാണ്. ഇപ്പം എല്ലാറ്റിലും പിടിക്കുന്ന അത്ര വെച്ചിട്ട് അത്രയും ആയിട്ടില്ല നമ്മൾ. നമ്മളെ കൊല മൂത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളെ പാങ്ങിൽ വിളഞ്ഞ് വന്നിട്ടുണ്ട്. അത് ഒടിഞ്ഞു പോയിന്ന്. ഭയങ്കര വെയിലല്ലേ ഇപ്പോൾ. ആ വെയിലത്ത് ഒടിഞ്ഞു പോയി. പഴുക്കാൻ വെക്കുന്നതേ ഇല്ല. നമ്മളിങ്ങനെ പിന്നെ കടയിൽ കൊടുക്കലൊന്നുമില്ല. പഴുപ്പിച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ചൂട് സമയമല്ലേ ഇപ്പോൾ. നമ്മൾ ചാക്കിൽ നട്ട മഞ്ഞൾ പുഴുങ്ങി നല്ല പാങ്ങിൽ കഴുകിയിട്ട് പൂങ്ങി ഞാൻ പുഴുങ്ങിയെടുത്തിട്ട് മുറിച്ചിട്ട് വെഴിഞ്ഞിട്ടതാണ്. പച്ച കാണുമ്പോൾ ഒരുപാട് കുറേ ഉണ്ട് എന്ന് തോന്നിയിനി. ഇപ്പോൾ ഉണങ്ങി കഴിയുമ്പോഴേക്ക് അത്രയേ ഇല്ലു. ബാക്കിയിലെ തറ ഞാൻ കിളച്ചിട്ടില്ല. അപ്പം അതിന് വിത്തിനെടുക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് വൈദ്യൊക്കെ ഇട്ട് കിളക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് നല്ല പാങ്ങിൽ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ തന്നെ മിക്സിയിൽ പൊടിച്ച് വെക്കുന്നതാണ്. ഇത് മില്ലിൽ കൊണ്ടുപോയി പൊടിക്കാനൊന്നും ഇല്ല. അപ്പം അത്രയേ ഇല്ലു. നമ്മളെ മാവിൽ മാങ്ങയായിട്ടുണ്ട് കേട്ടോ. ഒരു വക കണ്ണിമാങ്ങ ഇടേണ്ട അത്ര കാറ്റ് ഉണ്ട്. അത് പറിച്ചെടുക്കാന്ന് പറഞ്ഞിട്ട് പറിച്ചിട്ട് കുറച്ച് കണ്ണിമാങ്ങ ഇടാമെന്ന് വിചാരിക്കുന്നത് ഞാൻ. പക്ഷെ അത് കണ്ണിമാങ്ങ അല്ല. എന്നാലും പിന്നെ നല്ല പുളിയിലെ ഒരു മാങ്ങ തന്നെ. കുറച്ച് പറിച്ചിട്ടൊരു നമുക്ക് കണ്ണിമാങ്ങയായിട്ട് ഇടാമെന്ന് വിചാരിക്കുന്നത്.